വസ്തു വിൽക്കാനോ? ആരാ അത് തീരുമാനിച്ചത്? ഐശ്വര്യ മാഡം ആണ്. വിലയുടെ കാര്യത്തിൽ ധാരണയായെന്ന മാഡം പറയുന്ന കേട്ടത്. ആരോട് ചോദിച്ചിട്ടാ ഐശ്വര്യടുത്ത് ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? എന്റെ പേരിലുള്ള മുഴുവൻ പ്രോപ്പർട്ടിയും എന്റെ മകൾക്ക് മാത്രം അവകാശപ്പെട്ടതാ. കാവൽ നിൽക്കുന്നവര് ഉടമകളാവാൻ നോക്കണ്ട. ആ ബ്രോക്കറുടെ നമ്പറുണ്ടോ മാലിയുടെ കയ്യിൽ? ഉണ്ട്. അതെനിക്ക് വേണം. ഈ കച്ചവടം നടക്കില്ല. ഇതെന്നല്ല, എന്റെ പേരിലുള്ള ഒരു സ്വത്തും ഞാൻ അറിയാതെ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരമില്ല. ഞാൻ അറിഞ്ഞ കാര്യം മാഡത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഐശ്വര്യടുത്ത് എന്തെങ്കിലും പറഞ്ഞ് എന്നെ അറിയിച്ചാൽ മതി. എന്തു മറുപടിയാ പറയണ്ടെന്ന് എനിക്കറിയാം. ഞാനറിയാതെ എന്റെ സമ്പത്തിൽ നിന്നും ഒരുപാട് ഒഴുകിപ്പോയിട്ടുണ്ട്. കണക്കുകളൊന്നും എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ ചോദിക്കണ്ടെന്ന് വെച്ചിട്ടാ. പക്ഷെ ഇനി ചോദിക്കും. കാരണം എന്റെ മകൾക്ക് വേണ്ടി കൂട്ടിവച്ചിരിക്കുന്ന ഒരു തരി മണ്ണ് പോലും എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. ഇറങ്ങട്ടെ. ഒരു ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. എന്താ വരുണിത്? എന്താ തല നന്നായിട്ട് തോർത്താത്ത? തലയിൽ വെള്ളം വരുന്ന ജലദോഷം പിടിക്കില്ലേ? ഇതെന്റെ അവകാശമല്ലേ? എന്റെ തല എങ്ങനെ നിന്റെ അവകാശമാവുന്നേ? എന്റെ പണം നിന്റെ അവകാശമായിരുന്നു, അത് നീ വാങ്ങിച്ചു. ഒന്ന് നിർത്ത് വരുൺ. എപ്പോഴും പണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ അകറ്റാതെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതൊക്കെ മറന്നു. ഒരു കാര്യം ചെയ്തേ, ഇവിടെ ഇരുന്നേ. ഇന്ന് വരുണിന് മുടി ചീകി തരുന്നത് ഞാന്. അതേ, നീ അധികം നടന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ ഇടപെടാൻ നോക്കിയാ മോള് ആറ്റുവാശ്ശേരിയിലിരിക്കും, കേട്ടല്ലോ. വരുൺ, അയ്യ, നിന്റെ ഈ നാണവും പിണക്കും ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ എന്റെ കൈ ഇങ്ങനെ തരിക്കുക. അടി വാങ്ങി മാറി നിൽക്കും. വരുൺ, വരുൺ, ഇന്ന് വരുണ്ടേ ഈ ഷർട്ട് ഇട്ടാ മതി. എനിക്കിഷ്ടമുള്ളത് ഈ ഷർട്ടാ. ഇഷ്ടായോ? എന്റെ ജീവിതത്തില് ഞാൻ ഇനി ഷർട്ട് ഇട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഷർട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. ആരാ അല്ല, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല. തെറ്റായ രീതിയിൽ കണ്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാമല്ലോ. അച്ഛാ, എനിക്കിവിടെ എന്റെ കുഞ്ഞു പെങ്ങളുടെ സ്ഥാനത്താ. അതിനെ അവമാനിക്കുന്ന രീതിയിൽ നിങ്ങൾ ആരും സംസാരിക്കരുത്. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും ചിന്തകളും. എല്ലാവരും ശ്രദ്ധിച്ച് പെരുമാറിയാൽ നല്ലത്.
കഴിഞ്ഞു. അച്ഛൻ എന്ത് ഭംഗിയായിട്ടാ കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ദേ ഈ നിമിഷം ഇവളിവിടുന്ന് പിടിച്ചിറക്കി വിട്ടേനെ. അതെങ്ങനെയാ? എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കല്ലേ നന്മയുടെ പ്രതീകമായിട്ട്. എല്ലാവരുടെ കണ്ണിൽ പൊടിയിട്ട് അവൾക്ക് വേണ്ടതൊക്കെ അവൾ നേടിയെടുക്കുന്നുണ്ടല്ലോ. കൽപ്പന, മതി. സൂര്യയുടെ ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോ അത് ആത്മാർത്ഥതയോടെയാണെന്നാ ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പൊ നിന്റെ സംസാരം കേട്ടപ്പോ അത് ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ആദ്യം മനുഷ്യരെ തിരിച്ചറിയാൻ പഠിക്കണം, എന്നിട്ട് വേണം പ്രതികരിക്കാൻ. നിനക്ക് നിന്റെ